നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം പി ദിവ്യ വാർത്തകളിൽ നിറയുകയാണ്. പി ദിവ്യയുടെ ഭർത്താവിൻ്റെ പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നും ബിനാമി സ്വത്തുക്കളുണ്ടെന്നുമുള്ള ആരോപണം നേരത്തെ ഒരു KSU നേതാവ് ഉയർത്തിയിരുന്നു. ഈ സംഭവം വലിയ തോതിൽ തന്നെ വാർത്തയായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു പ്രതികരണവുമായി പി ദിവ്യ രംഗത്ത് വരുന്നത്. ആരോപണം ഉന്നയിച്ചവനെ അഴിക്കുള്ളിലാക്കുമെന്നാണ് ദിവ്യ വെല്ലുവിളിച്ചിരിക്കുന്നത്. സമയം തരാം, അതിനു മുമ്പ് തെളിയിച്ചുകൊള്ളൂ എന്നുള്ള വെല്ലുവിളിയും ഉയർത്തുന്നുണ്ട്. തനിക്ക് ബിനാമി സ്വത്തുക്കളുണ്ടെന്നും ഭർത്താവിൻ്റെയും ബിനാമികളുടെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നുമുള്ള ആരോപണം ഉന്നയിച്ച KSU നേതാവ് മുഹമ്മദ് ഷമ്മാസിനെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുമെന്ന ഭീഷണി കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പി ദിവ്യ ഉയർത്തിയത്. ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രതികരണം. കഴിഞ്ഞ 3 മാസമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. തനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളിലൊന്ന് പാലക്കയം തട്ടിൽ 14 ഏക്കർ ഭൂമിയും റിസോർട്ടും സ്വന്തമായിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇതൊക്കെ മുഹമ്മദ് ഷമ്മാസ് തെളിയിക്കണമെന്നാണ് പി ദിവ്യ പറയുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ബിനാമി പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞതും തെളിയിക്കണം. ഇതില്ലെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് കരാറുകൾ ബിനാമി കമ്പനിക്ക് കൊടുത്തെന്നും കമ്പനി ഉടമയായ ആസിഫിൻ്റെയും ദിവ്യയുടെ ഭർത്താവിൻ്റെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നുമായിരുന്നു ഷമ്മാസിൻ്റെ ഗുരുതരമായ ആരോപണം. എന്നാൽ ഇതൊക്കെ തന്നെ തെളിയിച്ചില്ല എങ്കിൽ കടുത്ത നടപടി ഉറപ്പായും സ്വീകരിക്കേണ്ടി വരുമെന്ന ഭീഷണിയാണ് ദിവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ പി ദിവ്യ സമാനമായി തനിക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെയും മറ്റും അവഹേളിച്ചവർക്കെതിരെ ഗുരുതരമായ രീതിയിൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തിയ ആൾക്കെതിരെയും പി ദിവ്യ പരാതി കൊടുത്തിട്ടുണ്ട്. ഹണി റോസിന് കിട്ടിയ നീതി എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടട്ടെ എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു കമന്റിട്ടയാളുടെ വിവരങ്ങളും സ്ക്രീൻഷോട്ടും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ദിവ്യ ഫേസ്ബുക്കിൽ രംഗത്ത് വന്നത്. എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ കടന്നുവരവ് അവളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അതിൽ അസ്വസ്ഥമാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ചിലർക്ക് എന്ത് അശ്ലീലവും വിളിച്ചു പറയാനുള്ള ഒരു ഇടമായിട്ട് അതിനെ നോക്കിക്കാണും. അത്തരം ആളുകളുടെ മുഖം പലപ്പോഴും അദൃശ്യമാണ്. അമ്മയോടും പെങ്ങളോടും ഭാര്യയോടുമുള്ള സമീപനം എന്താണോ അത് തന്നെയാണ് ഇത്തരക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യുന്നതെന്നുള്ള കുറ്റപ്പെടുത്തലായിരുന്നു പി ദിവ്യ ഫേസ്ബുക്കിൽ അന്ന് കുറിച്ചത്.